എല്ലാ ദിവസവും ഓരോ കുക്കിംഗ് വീഡിയോസും പറമ്പിലെ കാഴ്ചകളും ഒക്കെയല്ലേ. ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഹണി ആൽമണ്ട് കേക്കിന്റെ റെസിപ്പി കണ്ടാലോ. 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്യണേ. അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നതിന് ശേഷമേ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാര കുറച്ച് ഇട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഈ റിബൺ പോലെ വീഴുന്നില്ലേ, ഈ പരുവം വരെ ബീറ്റ് ചെയ്യണേ. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഒത്തിരി ഇട്ട് ബീറ്റ് ചെയ്യല്ലേ. നമ്മൾ മുന്നേ തന്നെ ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ള മൈദാമാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് അരിച്ചു വെച്ചേക്കുന്നതാണ്. അത് ഇതിനകത്തോട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത്തിരി കട്ടി തോന്നുവാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്തോ കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ അതിനകത്തോട്ട് വിരിക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് അതിനകത്തോട്ട് ഫുള്ളായിട്ട് ഒഴിക്കണം. എന്നിട്ടൊരു കമ്പ് കൊണ്ട് ഇളക്കിയിട്ട് ആ ടിന്ന് നന്നായിട്ടൊന്ന് തട്ടണം. തട്ടുന്നത് അതിന്റെ മുകളിൽ പൊങ്ങി വന്നേക്കുന്ന കുമിളുകൾ പോകാനാണേ. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവേ. എന്തോന്നറിയാൻ നടുവിൽ ഇങ്ങനെ കുത്തി നോക്കിയാൽ മതിയേ. ആ കമ്പയില് മാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തില്ല, പിടിച്ചില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോഴേ ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ക്രം കോട്ട് ചെയ്യണ്ടേ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതും ആ സ്പഞ്ച് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ തേനും ബദാമും അതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഷുഗർ സിറപ്പും. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേക്കണേ. 5 ബോർഡിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് എല്ലായിടവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വെളുത്തിരിക്കുന്നത്. എല്ലായിടവും നനച്ച് കഴിയുമ്പോഴത്തേനുമേ കുറച്ച് വിപ്പിംഗ് ക്രീം അതിന്റെ മുകളിലെടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് തേനും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കണേ. ഒരുപാട് തേൻ ഒഴിക്കണ്ട. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ തേനിന്റെ ഒരു ചെറിയ കുത്തൽ കാണുവേ, അതുകൊണ്ട് ഒരുപാട് ഒഴിക്കണ്ട. എന്നിട്ട് ഇതിന്റെ മുകളിലോട്ട് ബദാം പൊടിച്ചതാണേ, ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണേ പൊടിച്ചേക്കുന്നത്. ഇനി ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അങ്ങനെ 3 ലെയറും വെച്ച് ഇതേപോലെ ക്രം കോട്ട് ചെയ്തെടുക്കാവേ. കേക്ക് മുഴുവനും കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഒരു ഡെക്കറേഷൻ കാണിക്കാൻ നിന്ന വീഡിയോ ഒത്തിരി നീണ്ടുപോകും. ഇതാണ് കേട്ടോ അവസാന ലുക്ക്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ.